ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും അതുപോലെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളതുമായിട്ടുള്ള ഒരു സേമിയ കസ്റ്റാർഡ് റെസിപ്പിയാണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ സാധാരണ കഴിക്കുന്ന ഫ്രൂട്ട് സാലഡിനേക്കാളൊക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കസ്റ്റാർഡ് റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 1 ടേബിൾ സ്പൂൺ വാനില കസ്റ്റാർഡ് പൗഡർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഇളം ചൂടുള്ള പാൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ കലക്കി അതിൻ്റെ കട്ടയൊക്കെ മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതവിടെ മാറ്റി വയ്ക്കുക. അതിനുശേഷം ഒരു പാത്രത്തിലേക്ക് 1/2 ലിറ്റർ പാലൊഴിച്ച് നമുക്കതൊന്ന് തിളപ്പിച്ചെടുക്കണം. പാല് ചെറുതായൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാരയും അതുപോലെ സേമിയവും ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഒരു 7-8 ടേബിൾ സ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് 1/4 കപ്പ് സേമിയാണ്. സേമിയ ഒത്തിരി കൂടണമെന്നില്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ച് എടുക്കാവുന്നതാണ് കേട്ടോ. കാരണം സേമിയം കുറച്ച് കൂടുമ്പോൾ ഒരു ഇത്തിരി കട്ടി കൂടുതലായിട്ട് വരും. അപ്പോൾ ഞാനിവിടെ 1/4 കപ്പാണ് എടുത്തിട്ടുള്ളത്. ആ 1/4 കപ്പ് സേമിയയും കൂടി ചേർത്ത് ഇളക്കി നമ്മുടെ സേമിയ നല്ലതുപോലെ ഒന്ന് സോഫ്റ്റായിട്ട് വരുന്നതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മളിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട്. അങ്ങനെ സേമിയെല്ലാം നല്ലതുപോലെ സോഫ്റ്റായിട്ട് നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് നമ്മൾ ആദ്യം കലക്കി വെച്ചിട്ടുള്ള കസ്റ്റാർഡ് പൗഡറിൻ്റെ മിക്സ് ഉണ്ടല്ലോ, അത് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പതിയെ നമുക്ക് ഈ ഒരു പാലും അതുപോലെ സേമിയയും ചേർത്ത് വെച്ചിട്ടുള്ള ആ മിക്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കസ്റ്റാർഡ് മിക്സ് ഒഴിച്ചതിന് ശേഷം നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ അത് ഇളക്കി കൊടുത്തുകൊണ്ടിരുന്നില്ല എന്നുണ്ടെങ്കിൽ കസ്റ്റാർഡ് മിക്സ് ചേർത്തുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് കട്ടിയായി പോകാനും അതുപോലെ അടി പിടിക്കാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ലോ ടു മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വെച്ച് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് തിക്നെസ് വരുന്നതുവരെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. കസ്റ്റാർഡ് മിക്സ് തണുക്കും തോറും അത് കട്ടി കൂടുതലായിട്ട് വരും. അതിനനുസരിച്ചിട്ട് വേണം നമ്മളതിൻ്റെ തിക്നെസ് റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ചെറുതായി ഒന്ന് തിക്നെസ് വരുമ്പോൾ തന്നെ നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ചൂടാറാനായിട്ട് വെക്കാം. ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഫ്രൂട്ട്സും നമ്മളിതിൽ ചേർക്കുന്ന ഫ്രൂട്ട്സും ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇവിടെ ഫ്രൂട്ട്സ് ആയാലും നമ്മുടെ കസ്റ്റാർഡ് മിക്സ് ആയാലും നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രൂട്ട്സ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുള്ളത് പഴവും റോബസ്റ്റ് പഴവും ആപ്പിളും അനാറുമാണ്. അതിൻ്റെ കൂടെ നമുക്ക് നട്ട്സ് വേണമെങ്കിൽ നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സും ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ സേമിയ കസ്റ്റാർഡും തണുപ്പിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു തണുത്ത സേമിയ കസ്റ്റാർഡിലേക്ക് ഈ തണുപ്പിച്ചെടുത്തിട്ടുള്ള ഫ്രൂട്ട്സും കൂടി ചേരുമ്പോൾ നല്ല രസമാണ് കഴിക്കാനായിട്ട്. അത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ആ ഫ്രൂട്ട്സും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിൻ്റെ കട്ടി ഇപ്പോൾ ഇത് ചെറിയൊരു കട്ടിയുണ്ട് നമ്മുടെ ഈ ഒരു സേമിയ കസ്റ്റാർഡിന്. ഇത്ര കട്ടിയും വേണ്ട, നമുക്കിങ്ങനെ കുടിക്കുന്ന പരിവാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ അതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സ് കൂടി ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൂസായി കിട്ടും. അപ്പോൾ നമുക്ക് കുടിക്കാവുന്ന പരുവത്തിലായിട്ട് കിട്ടും. അപ്പോൾ ഇഫ്താറിനൊക്കെ സമയത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് ഇങ്ങനെ കുടിക്കാനായിട്ട് ഇങ്ങനെ ഡ്രിങ്ക് പോലെ വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ടിട്ടൊന്ന് ലൂസാക്കി എടുത്താൽ മതി. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഇനിയിപ്പോൾ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുത്താൽ ഒന്നും കൂടി ടേസ്റ്റി ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാരയ്ക്ക് പകരം കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സേമിയ കസ്റ്റാർഡ് എന്ന് പറയുന്നത്. ഫ്രൂട്ട് സേമിയ കസ്റ്റാർഡാണിത്. നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് വിശപ്പായാലും ദാഹമായാലും ഒക്കെ ഒരുപോലെ മാറ്റിയെടുക്കാൻ പറ്റുന്ന അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും. ആ ഒരു കസ്റ്റാർഡ് പൗഡർ വാനില കസ്റ്റാർഡ് ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒരു ഐസ്ക്രീമിൻ്റെ ഫ്ലേവറും അതുപോലെ നല്ല ആ ഒരു ഫ്രൂട്ട്സിൻ്റെ ടേസ്റ്റൊക്കെ വരുമ്പോൾ നല്ല രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ട് ലൈക്ക്. താങ്ക് യു.